കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. പിണറായി സർക്കാർ മൂന്നാമതും കേരളം ഭരിക്കുമെന്ന് തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ. ഇടതു സർക്കാരിന്റെ വികസനവും കരുതലും ജനങ്ങളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരായി ചിന്തിക്കാൻ ഒരു കാരണവും മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ല. തവനൂരിൽ വിജയം ഉറപ്പാണെന്നും 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജലീൽ പറഞ്ഞു. ആയ സാഹചര്യമാണ് പോളിംഗ് ശതമാനം കൂടിയതിന് കാരണം. ഇത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന വിലയിരുത്തൽ UDF നേതൃത്വത്തിന്റെ തെറ്റായ ധാരണയാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി, തവനൂർ, തിരൂർ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്നും താനൂർ, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ മണ്ഡലങ്ങളിൽ നല്ല മത്സരമാണ് നടന്നതെന്നും KT ജലീൽ പറഞ്ഞു. തവനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടും. മലപ്പുറം ജില്ലയിൽ തവനൂര്, പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂര് ഈ 6 നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ 6ഇടത്തും ഇടതുപക്ഷ മുന്നണിക്ക് വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താനൂരും വേങ്ങരയും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി മൈനോറിറ്റി കൺസോളിഡേഷൻ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിതർക്കിതമാണ്. സംസ്ഥയിലെ AP വിഭാഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP വിഭാഗം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ പിളർപ്പിന് ശേഷം അല്ലെങ്കിൽ സമസ്തയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതിന് ശേഷം സമസ്തയിൽ 2 വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലീഗ് അനുകൂലികളായിട്ടുള്ള വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും. അത് ലീഗ് വിരുദ്ധ വിഭാഗം കഴിഞ്ഞ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ശേഷം അതിൻ്റെ വലിയ വിജയത്തോടുകൂടി കുറച്ചുകൂടി സംഘടനാ തലത്തിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. ആ വിഭാഗത്തിന് അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആദ്യത്തെ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ന്യൂനപക്ഷങ്ങൾ LDFന് എതിരായിരുന്നു എന്ന പ്രചാരണം തെറ്റാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനായിരുന്നതുകൊണ്ട് സുന്നികൾ എതിരായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുക എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും സംഘടനയുടെയും സമീപനം LDFന് അനുകൂലമായെന്നും ജലീൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.